ശ്രുതി ഭക്ഷണം കഴിച്ച് പോയി കഴിയുമ്പോൾ ശ്രുതി ഫോൺ എടുത്ത് നോക്കി പറയും, നവീൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇനി എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. രേവതി അവിടെ സച്ചിയേട്ടൻ എന്താ വരാത്തതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഫോൺ വിളിക്കുമ്പോൾ സച്ചി കോൾ എടുക്കും. രേവതിക്ക് ഇപ്പോഴെങ്കിലും ഫോൺ എടുക്കാൻ തോന്നിയില്ല, എത്ര തവണ വിളിച്ചു എന്ന് ചോദിക്കും. സച്ചി പറയും, എനിക്ക് ഫോൺ എടുക്കാൻ മനസ്സില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് രേവതി സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കയറി വരികയാണ് സച്ചി. രേവതി വൈകിയതിനെ പറ്റി ചോദിക്കുമ്പോൾ സച്ചി പറയും, നിന്നെ കാണാതായപ്പോൾ ഞാൻ അന്വേഷിച്ചു പോകാത്ത സ്ഥലങ്ങളില്ല എന്ന് പറയും. രേവതി വരാ കരഞ്ഞുകൊണ്ട് അന്വേഷിച്ച് പോകാത്ത സ്ഥലങ്ങളില്ല എന്ന് പറയാൻ പറയും. സച്ചി പറയും, ഞാൻ വരാൻ വൈകിയാ നീ കരഞ്ഞുകൊണ്ട് എന്നെ അന്വേഷിച്ച് നടക്കാൻ വേണ്ടിയാ ഞാൻ വരാതിരുന്നതെന്ന്. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി, നീ എനിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് ഒഴുക്കിയില്ല എന്നൊക്കെ സച്ചി പറയും. ഇത് കേട്ട് വിഷമിച്ച് കരയാണ് രേവതി. സച്ചി വേഗം രേവതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഭാമ വന്ന് ചന്ദ്രയുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. ചന്ദ്ര പറയും, രേവതി രാവിലെ തന്നെ പൂവിന്റെ കച്ചവടത്തിന് പോയി, രാവിലെ മുതൽ ഫുള്ള് പണി ഞാനാ ചെയ്യുന്നതെന്നൊക്കെ പറയും. ഭാമ ചോദിക്കും, 3 മരുമക്കളുണ്ടായിട്ടും നിനക്ക് ഒഴിവില്ലേന്ന്. ചന്ദ്ര പറയും, 2 മരുമക്കള് വലിയ വീട്ടിലെ കുട്ടികളാ, അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. ആ രേവതിയുടെ പൂക്കട കോർപ്പറേഷൻകാരെ കൊണ്ട് പൊളിപ്പിക്കേണ്ടിയില്ലായിരുന്നു എന്ന് ചന്ദ്ര പറയും. ഭാമ ചോദിക്കും, അപ്പൊ നീയാണല്ലേ അത് ചെയ്തതെന്ന് ചോദിക്കും. ചന്ദ്ര പറയും, ഞാനല്ല, എനിക്ക് ശ്രുതി ഐഡിയ പറഞ്ഞു തന്നപ്പോൾ ഞാൻ കംപ്ലൈന്റ് കൊടുത്താന്ന് പറയും. ആരോടും പോയി പറഞ്ഞേക്കല്ലേ എന്ന് ചന്ദ്ര പറയുകയും ചെയ്യും. ആ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വരികയാണ് ശ്രുതി. തൊട്ട് പിറകെ തന്നെ രേവതിയുണ്ട്. ചന്ദ്രയ്ക്ക് എന്താ നിന്റെ വിചാരം എന്ന് ചോദിക്കും. ശ്രുതിയാണെങ്കിൽ രേവതിയെ കാണുന്നില്ല. ശ്രുതി ചോദിക്കും, ആന്റി ഞാനെന്താ ചെയ്തതെന്ന് ചോദിക്കും. ചന്ദ്ര പറയും, നിന്നോടല്ല, നീ ഇങ്ങോട്ട് കയറുക. ചന്ദ്ര രേവതിയുടെ വയ്ക്കും, ഞാൻ നിന്റെ ആരാന്ന് വയ്ക്കും. രേവതി പറയും, എനിക്കറിയില്ല അമ്മേ, മരുമകളാണെന്നാണ് പറയേണ്ടത്, പക്ഷെ നിങ്ങൾ എന്നെ അങ്ങനെ കാണുന്നില്ലല്ലോ എന്ന് പറയും. ചന്ദ്ര രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, പക്ഷെ രേവതിയും വിട്ടുകൊടുക്കില്ല. അമ്മ രേവതിയുടെ ജോലിയെ പുച്ഛിച്ച് ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, ഇനി അടുക്കളപ്പണി എടുക്കാൻ എന്നെ കിട്ടില്ല, ഇനി മുതൽ നീ ജോലിക്ക് പോകണ്ടെന്ന് പറയും. രേവതി പറയും, അത് പറയേണ്ടത് എന്റെ ഭർത്താവാണ്. ഭാമ പറയും, അവള് കഷ്ടപ്പെട്ട് അവള് ജോലി ചെയ്യുന്നു, എന്നിട്ട് അവള് സമ്പാദിക്കുന്നു, അത് നല്ലതല്ലേ. ഭാമ ചന്ദ്രയോട് പറയും, നിനക്ക് ശ്രുതിയുടെ പാർലറിൽ ജോലിക്ക് പോകാലോ, അവിടെ ക്യാഷ്യറായിട്ട് ഇരിക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല സന്തോഷമാവും. ചന്ദ്ര പറയും, ഞാനത് ഓർത്തില്ല, നാളെ മുതൽ ഞാൻ അവിടെ ജോലിക്ക് വരാമെന്ന് പറയും. ശ്രുതിക്ക് ഇത് തീരെ ഇഷ്ടമാവില്ല. ശ്രുതി പറയും, അവിടെ അതിനുവേണ്ടി ജോലിയൊന്നും ഇല്ല, ആന്റിക്ക് അവിടെ ബോറടിക്കും, അവിടെ ഒന്നാമത് സ്റ്റാഫ് ഉണ്ട് എന്നൊക്കെ പറയും. ഭാമ പറയും, എന്നാ നീ സുധിയുടെ ഷോപ്പിൽ ജോലിക്ക് പോ. അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയും, എന്നാൽ നാളെ തൊട്ട് ഞാൻ സുധിയുടെ ഷോപ്പിൽ ജോലിക്ക് പോകാന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെക്കൂടെ ദേഷ്യം വരും. ശ്രുതി പറയും, കലാകാരികൾക്കൊന്നും അങ്ങനത്തെ ജോലി പറ്റില്ല, ആന്റി നല്ലൊരു നർത്തകിയാണ്, സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പറയും. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് വലിയ സന്തോഷവും. ചന്ദ്ര പറയും, നല്ല ഐഡിയ, സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂള് ചെറുപ്പത്തിലേ ഉള്ള എൻ്റെ സ്വപ്നമായിരുന്നു. ഇത് കേട്ടിട്ട് രേവതി പറയും, അമ്മേ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന് പറയും. ചന്ദ്ര പറയും, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ. ഇവിടെ തുടങ്ങുന്ന ആലോചിക്കുമ്പോൾ ഭാമ പറയും, നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, എൻ്റെ വീട്ടിൽ തുടങ്ങിക്കോ, നീ എനിക്ക് മാസം മാസം വാടക തന്നാൽ മതി എന്ന് പറയും. എല്ലാവരും പോയി കഴിയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ കൈകൾ കൊണ്ട് ഓരോ മുദ്ര കാണിക്കുകയാണ്. രേവതി ഇതൊക്കെ കണ്ടിട്ട് ഒരു ദയനീയാവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.